മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാനയെ സ്പോട്ട് ചെയ്ത് ദൗത്യസംഘം. മണ്ണുണ്ടി ഭാഗത്തുള്ള വനത്തിലാണ് ബേലൂർ മഖനയുള്ളത്. മൈക്ക് വെടിവെക്കാനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി. അയൽ ജില്ലകളിൽ നിന്നുള്ള വനപാലകരും ഇന്ന് ദൗത്യസംഘത്തിന് ഒപ്പമുണ്ട്. പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുങ്കിനെ വെച്ചിട്ടായിരുന്നു ഇന്നലെ പോയത്. അതേപോലെ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ നമ്മളൊരു ട്രീ ഹട്ട് മേൽ കയറി നിന്നിട്ട് ഡാറ്റ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ കണ്ടിട്ടുള്ള മണ്ണുണ്ടി അതിന്റെ കുറച്ച് സമീപത്തായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മിഷന് വളരെ ക്ലിയർ ആണ്, വളരെ വെൽ പ്ലാൻഡ് മിഷനാണ്. നമ്മൾ ട്രാക്കിംഗ് ടീം ഓൾറെഡി ചെന്നിട്ടുണ്ട്. അതിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 300 മീറ്റർ ഉണ്ടെങ്കിൽ ആന്റീനയിൽ നമുക്ക് ഇത് കിട്ടും. അതിലേക്ക് നമ്മൾ ചെന്നതിന് ശേഷം ഇന്നലെ ആനയെ ഓടിച്ചപ്പോൾ ആന ഇങ്ങനെ ഒരു തിരിഞ്ഞു കളിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ പുറത്തേക്ക് കർണാടകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഡിപ്ലോയ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ കൺഫൈൻ ചെയ്ത് അവിടെ തന്നെ മയക്കുവെടി വെക്കാനായിട്ടാണ് ഉദ്ദേശം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തിരുനെല്ലി പഞ്ചായത്തിലെയും മാനന്തവാടി നഗരസഭയിലെ ചില ഡിവിഷനുകളിലെയും സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നമുക്ക് കമൽ ഒപ്പം ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ എങ്ങനെയാണ് ദൗത്യ സംഘത്തിന്റെ ഒരു നീക്കം ഉള്ളത്? ട്രാക്ക് ചെയ്തിരിക്കുന്നു ആനയെ? എവിടെയാണുള്ളത്? എത്ര മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഈ കൊലയാളി ആന ഉള്ളത്? മോത്തി, ഈ ആന എത്ര ദൂരത്തുണ്ട് എന്ന് നമുക്കിപ്പോൾ കൃത്യമായി അറിയില്ല. എങ്കിലും ഒരു 500 മീറ്റർ അല്ലെങ്കിൽ ഒരു 300 മീറ്റർ ദൂരത്ത് നിന്നൊക്കെയാണ് ആന്റിന വഴി ആനയെ ട്രാക്ക് ചെയ്യാൻ പറ്റുക. രാവിലെ മുതൽ തന്നെ ട്രാക്കിംഗ് സംഘം ഈ വനമേഖലയിലുണ്ട്. ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ഉള്ളിലേക്ക് വന്നാൽ അത് ഈ ബാവലി, ഇന്നലെ ആനയെ മയക്കുവെടി വെക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ആ ഭാഗത്തേക്ക് തന്നെയാണ് ആന എത്തുക. ആ കോളനി കഴിഞ്ഞ് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ സമീപത്തേക്കാണ് ഇന്നലെ ആന നിലയുറപ്പിച്ചത്. എന്തായാലും രാത്രി കാര്യമായൊരു മൂവ്മെന്റ് ഉണ്ടായില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അത് ആശ്വാസകരമാണ്. ആന ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംവിധാനങ്ങളൊക്കെ അങ്ങോട്ട് മാറുകയോ ആനയെ പിന്തുടരുകയൊക്കെ വേണ്ടി വന്നേനെ. പക്ഷേ എന്തായാലും ഇന്നലെ ഉണ്ടായിരുന്ന മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി തന്നെ ആനയുടെ ലൊക്കേഷനുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷേ ഇനി ഏറ്റവും അനുയോജ്യമായി ഇന്നലെ ലഭിച്ചതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2-3 മണി സമയത്തൊക്കെ ആന കൃത്യമായ ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ വെയിലിൻ്റെ ചൂട് കുറഞ്ഞാൽ ഉടൻ മയക്കുവെടി എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഈ അന്തർ സംസ്ഥാന പാതയുടെ മാനന്തവാടി മൈസൂർ റോഡിൻ്റെ വളരെ അടുത്തേക്ക് തന്നെ ആന എത്തി. ആ സമയത്താണെങ്കിൽ ലോറി എത്തിച്ച് ആനയെ കയറ്റിക്കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരുന്നു. ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു വനംവകുപ്പും പോലീസും. പക്ഷേ ആ നിർണായക ഘട്ടത്തിൽ ആന അവിടെ നിന്ന് സ്ഥാനം മാറി. ആന പെട്ടെന്ന് ഈ മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് തന്നെ, രാവിലെ ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അങ്ങോട്ട് തന്നെ നീങ്ങി. അതോടുകൂടെ ആ ദൗത്യം പാളുകയായിരുന്നു. എന്തായാലും അങ്ങനെയാണ് കാട്ടിലെ സ്ഥിതി. നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ആന നീങ്ങുന്നുണ്ട്. വളരെ ദുർഘടമായ സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അടിക്കാടുള്ള മേഖലയാണ്. വലിയ ഉയരത്തിൽ, ഒരാൾ പൊക്കത്തിലടക്കം അടിക്കാടുകളുണ്ട്. പരസ്പരം കാണാൻ പോലും പറ്റാത്ത സാഹചര്യം ഉൾവനത്തിൽ പലയിടത്തും ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല ഈ ആന വിജിലൻ്റ് ആണ്. 2 തവണ മയക്കുവെടിയേറ്റ ആനയാണ്. കുങ്കിയാനകളുടെ ശബ്ദം, നടന്നു വരുന്ന ശബ്ദമൊക്കെ വളരെ ദൂരെ നിന്ന് തന്നെ കരിയിലേക്ക് അനങ്ങും. അപ്പോൾ പോലും ആന പെട്ടെന്ന് മൂവ് ചെയ്ത് മാറുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് ഇന്ന് ഈ ദൗത്യം വിജയിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘം. ഈ ഫോഴ്സിനെ വലിയ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അയൽ ജില്ലകളിൽ നിന്നൊക്കെ RRT സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നൈറ്റ് പട്രോളിങ്ങിനും വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ദൗത്യസംഘത്തിന് വിശ്രമം കൊടുത്ത നൈറ്റ് പട്രോളിങ്ങിന് വേറെ ആളുകളെ നിയോഗിച്ചു. എന്തായാലും വലിയ സുസജ്ജമായ ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥർ 2 CCFമാർ ഇവിടെ ക്യാമ്പ് ചെയ്താണ് വനംവകുപ്പിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാനന്തവാടി DYSPയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സേന തന്നെ ഇന്നലെ മുതൽ ഈ രംഗത്തുണ്ട്. ADMൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും തഹസിൽദാരും ADMും ഒക്കെ ഉൾപ്പെടുന്ന ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും ഇന്നലെ ഈ മേഖലയിലുണ്ടായിരുന്നു. ഇന്നും അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ സുസജ്ജമായാണ് ഈ മിഷൻ മുന്നോട്ട് പോകുന്നത്. ആകെയുള്ള പ്രശ്നം ദൗത്യസംഘത്തിന് ആനയെ ഒരു അനുയോജ്യമായ സ്ഥലത്ത് കിട്ടുക എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഉൾക്കാട്ടിലൊന്നും വെച്ച് ആനയെ മയക്കുവെടി വെക്കാൻ പറ്റുകയില്ല. വാഹനം എത്തണം, ടെറൈൻ അനുയോജ്യമാകണം, അതിനുള്ള സാഹചര്യമൊക്കെ ഒത്തുവരണം. കുങ്കിയാനകളെ എത്തിക്കാൻ പറ്റണം. കാരണം ആന വയലൻ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മോഴയാനകൾ. തീർച്ചയായിട്ടും കമൽ, അങ്ങനെ അപകടകരമായ ഒരു ദൗത്യം തന്നെ ആയിരിക്കും ഇന്ന്. അത്രയും ദുർഘടമായ ഒരു ദൗത്യം തന്നെ ആയിരിക്കും. അതൊക്കെ മറികടന്ന ഇന്ന് വിജയകരമായി ആ ദൗത്യം പൂർത്തിയാക്കാൻ വനം വകുപ്പിനും ദൗത്യ സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.